ഗൈസ് ഇന്ന് നമുക്ക് മീ ഗോറിങ് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇന്തോനേഷ്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പിലെ നൂഡിൽസ് ആട്ടോ. അപ്പം കറക്റ്റ് ആണോന്ന് വെച്ചാൽ അല്ല, അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടത്തില്ല. കിട്ടുമായിരിക്കും, അവന് കണ്ടില്ല. അപ്പം ഇനി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വെർഷൻ ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. കൂട്ടത്തില്ലേ നമുക്ക് പനീറും അതുപോലെ തന്നെ പ്രോൺസും വെച്ചിട്ടുള്ള ടിക്കയും കൂടെ തയ്യാറാക്കാം. ഇവർ ഇങ്ങനത്തെ നൂഡിൽസ് റൈസൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതുപോലെ ടിക്കാസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പനീർ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം ജീരകത്തിൻ്റെ പൊടി, പിന്നെ കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുക. പിന്നെ മല്ലിയില. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അതിനകത്തിലേക്ക് ഞാൻ പനീർ ആഡ് ചെയ്തിട്ട് എല്ലാം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പനീറിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ക്യാപ്സിക്കം വെക്കുന്നുണ്ട്, ടൊമാറ്റോ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ സവാള വെക്കുന്നുണ്ട്. പിന്നെ അത് എനിക്ക് വെജ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പ്രോൺസ്, നമ്മുടെ കൊഞ്ചും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഇതൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാം നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാംബൂ സ്ക്വയറിലേക്കാട്ടോ ഞാനിതെല്ലാം ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത്. പനീർ, അതുപോലെ തന്നെ ബെൽ പെപ്പർ, ടൊമാറ്റോ, ഒണിയൻ. പിന്നെ ഞാൻ ഇടയ്ക്ക് വെജിൽ ഞാൻ പിന്നീട് പനീർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ പ്രോൺസ് ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നോട്ടെ, എന്നാലേ അതിനകത്തിലേക്കൊക്കെ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പാനിൽ തവ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്യുന്നത് പാനിൽ ബട്ടർ പെരട്ടി അങ്ങനെ ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമ്മൾ നൂഡിൽസിന് വേണ്ടി ഇന്തോനേഷ്യൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പം ഞാനത് പൊട്ടിച്ചിട്ട് അത്യാവശ്യം ഹൈറ്റുള്ളൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ അത് സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡിപ്പായി വന്നോളും. പിന്നെ ഇതിൽ ഇച്ചിരി ഉപ്പുള്ളതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് സംഭവം തയ്യാറാക്കട്ടെ. ഇതാട്ടോ അതിന് ടേസ്റ്റ് കിട്ടുന്നത്, ഇന്തോനേഷ്യൻ സാമ്പാൽ എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നല്ലെണ്ണ ആഡ് ചെയ്തു, കുഞ്ഞുള്ളി ആഡ് ചെയ്തു, വെളുത്തുള്ളി ആഡ് ചെയ്തു, പച്ചമുളക്, പിന്നെ നമ്മുടെ ചുമന്ന മുളക്. ശരിക്കും ഈ ചുമന്ന മുളകല്ല, അവിടെ ഒരു ചുമന്ന കളറിലെ നമ്മുടെ കാന്താരി പോലത്തെ ഒരു ചുമന്ന കളർ ഒരു വെറൈറ്റി മുളക് മേടിക്കാൻ കിട്ടും. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വറ്റൽമുളക് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് തക്കാളി ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തിൽ മധുരത്തിന് നിങ്ങൾക്ക് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, കുറച്ച് മധുരവും കൂടി ഇതിനകത്തിൽ വേണം. പിന്നെ ഇതേ സമയത്ത് തന്നെ ഇതിനകത്തിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോൺസ് ആണ്. നിങ്ങൾക്ക് അവർ തന്നെ ഈ പ്രോൺസിൻ്റെ പൗഡർ അവിടെ മേടിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രോൺസ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുക കേട്ടോ ചെയ്തത്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസൊക്കെ തയ്യാറാക്കി അത് ഞാൻ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്ക മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ജസ്റ്റ് ബട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതിലേക്ക് നിരത്തി വെച്ചിട്ട് ഞാൻ ഒരു കുറച്ച് നേരം 2 സൈഡും ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് പിന്നെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഡാർക്കൺ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടെ കാണിക്കുമ്പോൾ അത് കറക്റ്റ് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അങ്ങനെ അത് നമ്മൾ മാറ്റി വെച്ചു. അതുപോലെ തന്നെ അവരുടെ ഫുഡിൻ്റെ കൂടെ ഇതുപോലെ പാപ്പിട് പോലത്തെ അത് അവിടുത്തത് നമുക്ക് നോക്കുമ്പോൾ ഉണക്കമീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ്. ഇതല്ലാത്തത് ഇവിടെ മേടിക്കാൻ കിട്ടുക കേട്ടോ. അതുകൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഏകദേശം അവരെങ്ങനെയാണോ നമുക്ക് തരുന്ന ആ രീതിയിൽ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. ഞാൻ ഒലീവ് ഓയിൽ ആഡ് ചെയ്തു, വെളുത്തുള്ളി ആഡ് ചെയ്തു, കുറച്ച് സവാള ആഡ് ചെയ്തു, പിന്നെ പ്രോൺസ് കട്ട് ചെയ്താട്ടോ ആഡ് ചെയ്തത്. പ്രോൺസും ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഷാമ്പാൽ തയ്യാറാക്കില്ല, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രോൺസ് മുമ്പ് ചെറുതായിട്ട് ചെയ്തില്ലേ, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ആ സാമ്പൽ പറയാൻ മറന്നുപോയതാട്ടോ. ആ പ്രോൺസും ആ ഒരു നമ്മൾ തക്കാളിയും കുഞ്ഞുള്ളിയും എല്ലാം കൂടി ഇട്ടൊരു സംഭവം ഇല്ലായിരുന്നു, അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ സ്വീറ്റ് സോയാ സോസ്, ഇന്തോനേഷ്യൻ സോയാ സോസ് ആഡ് ചെയ്തു. പിന്നെ ഓയിസ്റ്റർ സോസ് ഉണ്ടെങ്കിൽ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യുക, അത് ഇന്തോനേഷ്യൻ ഫുഡിന് എപ്പോഴും ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേറെ ഒന്നുമില്ല. ആ സാമ്പിൾ പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് സോയാ സോസ് ഇന്തോനേഷ്യൻ ഒക്കെ കടകളിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഓയിസ്റ്റർ സോസ്,
ടൊമാറ്റോ സോസ് ഇത്രയാണ് ഉള്ളത്. ഇത് ഇങ്ങനെയാണ് അവർ നമുക്ക് ഇതിപ്പോൾ ഇച്ചിരി നൂഡിൽസ് കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് തോന്നുന്നത്. ഇച്ചിരിയുടെ നൂഡിൽസ് കുറയ്ക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഒക്കെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് വെജ് വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. എനിക്ക് വെജിൻ്റെയാണ്, അത് ഞാൻ വേറെ വീഡിയോയിൽ, വെജ് എന്നല്ല എഗ്ഗും കൂടെ ആഡ് ചെയ്തിട്ട് അത് വേറെ രീതിയിൽ തയ്യാറാക്കുന്നത്. എന്നാൽ ഇതുപോലൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് കേട്ടോ.